തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷന് സമീപം MC റോഡിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വില്ല പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ടോട്ടലായിട്ട് 11 വില്ലാസ് വരുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനകത്തൊരു വീടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. MC റോഡിന് സമീപം എന്ന് പറഞ്ഞാൽ അത് തൊട്ടടുത്തായിട്ട് ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ MC റോഡ്. അവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത്. തൊട്ട് പിൻവശത്തായിട്ട് കാണുന്നത് ക്രിയേഷൻസിൻ്റെ ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ പൾസ് ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് ക്രിയേഷൻസിൻ്റെ ഫ്ലാറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് വരുന്നത്. ക്രിയേഷൻസിൻ്റെ ഫ്ലാറ്റ് കഴിഞ്ഞ് കുറച്ച് നോക്കുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വില്ല പ്രോജക്റ്റിലെത്താം. റോഡിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ വീട് കാണാൻ സാധിക്കും. അങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ. ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. നമുക്ക് അകത്തേക്ക് ഇതുപോലെ വീതിയുള്ള റോഡ് ഫോം ചെയ്തിട്ടുണ്ട്. മുൻവശത്തുള്ള ആ ഒരു ഗേറ്റ് ഓട്ടോമാറ്റഡ് ഗേറ്റ് ആക്കുന്നുണ്ടാവും. എന്നിട്ട് ഇതിനകത്തുള്ള താമസക്കാർക്ക് അതിൻ്റെ റിമോട്ട് നൽകുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരു ഗേറ്റ് സെറ്റ് ചെയ്യുന്നത്. അകത്തേക്കുള്ള ദൃശ്യം കാണാം. ഈ വീട് വന്നിട്ട് 4.1 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. തടിപ്പണികളൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ്. മുൻവശം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അകത്തേക്കുള്ള ദൃശ്യം കാണാം. മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ്. നമുക്ക് അല്ലാണ്ടുള്ള ജനലുകളും അതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള UPVCയിലാണ്. അകത്തേക്കുള്ളൊരു കളർ തീം വന്നിട്ട് നല്ല രസമാണ്. ഒരു ലക്ഷറി കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഈ ടൈൽസ് ആയാലും അതുപോലെ തന്നെ സീലിങ്ങിലുള്ള ലൈറ്റ് ആയാലും എല്ലാം തന്നെ വളരെ എലിഗൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മുടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് ഫിറ്റിങ്സ്, അതുപോലെ തന്നെ വാഷ് ബേസിൻ അല്ലെങ്കിൽ കമോഡ്, എല്ലാ സാധനവും ജാഗ്വാർ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കിച്ചണിനകത്തേക്കുള്ളൊരു കളർ തീം നോക്കിയോ, ഭയങ്കര ആംബിയൻസ് ആണ്. കയറി വരുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ടുള്ള മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫേബറിൻ്റെതാണ് നമ്മുടെ ഈ ചിമ്മിനി ഹോബെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് വാട്ടർ കണക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ബോർവെല്ലും പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ടോട്ടലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 4 ബെഡ്റൂംസ് വരുന്നുണ്ട്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മേളത്തെ നിലയിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് താഴത്തെ നിലയിലുള്ള റൂം. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എവിടെ ആയാലും ആ ഒരു ടൈൽസിൻ്റെ സെലക്ഷനും അതിൻ്റെ ഒരു കളർ സെലക്ഷനും എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിനകത്ത് കയറുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഈ കാണുന്ന പോലെ റെയിലിങ്സ്, ഇൻറ്റേർണൽ വരുന്ന ഡോർസ്, പുറത്തേക്കുള്ള ഡോറുകൾ എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. മേളിൽ കയറി വരുമ്പോൾ ഇതുപോലൊരു കോമൺ സ്പേസ് ഉണ്ട്. 3 ബെഡ്റൂമുകളിലേക്കാണ് എൻട്രി വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. പിൻവശത്തായിട്ട് കാണുന്നത് ക്രിയേഷൻസിൻ്റെ ഫ്ലാറ്റാണ്. അടുത്ത 2 ബെഡ്റൂംസ് ഈ 2 ഭാഗത്തായിട്ട് വരും. ഇത് അടുത്തൊരു ബെഡ്റൂം. ഇതിലായാലും എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ ആയിട്ട് അടുത്തൊരു റൂം കാണാം. ഇത് നമ്മുടെ താഴത്തെ നിലയിൽ കണ്ട ഏകദേശം അത്രയും തന്നെ വലിപ്പം വരുന്ന വലിയൊരു റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ മുൻവശത്തേക്ക് അത്യാവശ്യം നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ അലങ്കാര ചെടികളൊക്കെ വയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. നല്ല പൊക്കപ്പുറത്താണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വരുന്നുണ്ട്. ഇവിടെ പുതിയ പുതിയ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീട് മിസ്സായാലും ഇനിയും കുറച്ചുകൂടെ ഇപ്പം 4.1 എന്നുള്ളത് 5 സെൻറ്റ് കുറച്ചുകൂടെ വലിയ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ വലിയ സ്പെക്കിലുള്ള വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമ്മൾ ഇന്നീ കാണിച്ച വീടിന് ഉദ്ദേശിക്കുന്ന വില 1,05,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.